ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനിമോൾ എങ്ങനെയാ കാണുന്നത്? അതെനിക്ക് അറിയില്ല ലാലേട്ടാ. അറിയത്തില്ലെന്നോ? തോന്നിവാസം പറയുന്നോ? നമ്മുടെ ലാലേട്ടൻ്റെ ഇന്നലത്തെ എപ്പിസോഡ്, ആ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നപ്പം ആ പ്രൊമോയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഡയലോഗാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ്, ആ ഒരു പ്രൊമോയുടെ ഈ ഒരു പോസ്റ്റിനെടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് അനിമോള് നല്ല രീതിയിൽ നാട്ടുകാരെ പറ്റിച്ചു, കാലുവാരി, അതായത് അനിമോളുടെ സ്റ്റാൻഡ് മാറ്റി പറഞ്ഞു എന്നാണ് എനിക്ക് ആ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ അതിൻ്റെ റിയാക്ഷൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു കാര്യം. പക്ഷേ ഇന്നലെ രാത്രിയിൽ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അനിമോൾ പറഞ്ഞോടത്ത് തന്നെ അനിമോൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അനിമോൾ ഒരു സ്റ്റാൻഡും മാറിയിട്ടില്ല. ഈ വീഡിയോ, ഈ എപ്പിസോഡ് 35 ഒരു റിവ്യൂ ചെയ്യുമ്പം ഇത് പറഞ്ഞു തുടങ്ങണമെന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം ഞാൻ ആ പ്രൊമോയുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിടേ അനിമോള് കാല് മാറി എന്നൊരു സാധനം, പക്ഷെ മാറിയിട്ടില്ല. പ്രൊമോയ്ക്കകത്ത് അങ്ങനെ തോന്നി, അപ്പം അത് പറഞ്ഞു. ഫുൾ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് അനിമോൾ ഉറച്ചു തന്നെ നിൽക്കുക. ഇപ്പോഴും അനിമോൾ ഒരു രീതിയിലും മാറുന്നില്ല. ഞാൻ കണ്ടു, അവർ തമ്മിൽ മുത്തി, ഞാനത് കണ്ടു. വളരെ സ്ട്രോങ് ആയിട്ട് അനിമോൾ ഉറച്ചു നിൽക്കുന്നു അനിമോളെ പറഞ്ഞ കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇത്രയും ചൂടായ ഒരു എപ്പിസോഡ് ഞാൻ ഈ അടുത്തും കണ്ടിട്ടില്ല. ലാലേട്ടൻ അത്ര ചൂടായിട്ട് പോലും അനിമോൾ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ കണ്ടു. ലാലേട്ടൻ പറയുന്നു 300 പേര് പണിയെടുക്കുന്ന ഒരു ഷോയാണിത്, ഞങ്ങളെല്ലാവരും തലങ്ങും വിലങ്ങും നോക്കി, ഞങ്ങളൊന്നും കണ്ടില്ല. അപ്പോഴും അനിമോൾ പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ട എന്ന്. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 35 നമ്മുടെ ലാലേട്ടൻ വന്ന ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ലാലേട്ടൻ വന്നിട്ട് അങ്ങോട്ട് പൊരിച്ചു കളഞ്ഞു, അനിമോളെയൊക്കെ എടുത്ത് അങ്ങോട്ട് വറത്തു. പക്ഷേ അനിമോളുടെ ആ ഒരു സ്റ്റാൻഡ്, എൻ്റെ മോനെ, എത്രയൊക്കെ ചോദിച്ചിട്ടും ഞാൻ കണ്ടു. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ഈ അടുത്തു വല്ലതും ബിഗ് ബോസ് വന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സീസണിൽ നമ്മൾ ഇത്രയും ദിവസവും കരഞ്ഞു പോകുന്ന ഒരു അനിമോളെ കണ്ടു. പക്ഷെ ഇന്ന് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ പതറിയിട്ടില്ല അനിമോള്. അവിടെയാണ് എനിക്ക് വീണ്ടും സംശയം വരുന്നത്. ഇനി നമ്മൾ ആരെങ്കിലും കാണാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. ഞാൻ അതിനെ മറ്റേ എടുത്ത് സമൂഹ മാധ്യമത്തിലിട്ട് അങ്ങോട്ട് വെട്ടിക്കീറി പരിശോധിക്കാനൊന്നും നിൽക്കുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ഒരാൾ വന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകത്തില്ലേ? എന്തായാലും അതിലോട്ടൊക്കെ പോകാം. അതിനു മുമ്പ് നമ്മുടെ ലാലേട്ടൻ വരുന്നു. ഓണാഘോഷം ആണ് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എപ്പിസോഡാണേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലാലേട്ടൻ വരുന്നു, എല്ലാവരും വിഷ് ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ പരിപാടികളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ മെയിനായിട്ട് നോക്കിയത് നമ്മുടെ രേണു ചേച്ചി ഇന്നലെയും കിടന്ന് കരച്ചില്ല. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വയ്യ. എൻ്റെ ജനങ്ങളാ, രേണു ചേച്ചിയുടെ കണ്ണിൽ ജനങ്ങൾ ഇപ്പോൾ കുറ്റക്കാരാ. പ്രത്യേകിച്ച് ചേച്ചിക്ക് വോട്ട് ചെയ്തവർ. എന്നെ എന്തിനു ഇവിടെ നിർത്തുന്നത്, എന്നെ ഒന്ന് ഇവിറ്റാക്കി പറഞ്ഞു വിട് എന്നൊക്കെയാണ് രേണു ചേച്ചി പറയുന്നത്. എന്നിട്ടും അവർക്ക് നല്ല വോട്ടാന്നാണ് ലാലേട്ടൻ പറഞ്ഞു. കൊണ്ടുപോയി ഇന്ന് ഓണപരിപാടിക്ക് വീട്ടിൽ വന്ന ലാലേട്ടൻ തിരിച്ചു പോയപ്പോൾ രേണു ചേച്ചിയെ കൊണ്ടുപോയി. പോട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പോട്ടെ. ചേച്ചി മറ്റേ കണ്ടന്റ് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. എനിക്ക് വീട്ടിൽ പോകണം, പക്ഷെ വിചാരിച്ചില്ല ഇറക്കിക്കൊണ്ടങ്ങ് പോകുന്നു. പിന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൂടെ എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ലാലേട്ടനല്ല, രേണു ചേച്ചിയുടെ ആ ഒരു കരച്ചിൽ പരിപാടിയാണ് ആദ്യമേ കാണിക്കുന്നത്. അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ ഹൗസ് മേറ്റ്സിനെയൊക്കെ കാണാനായിട്ട് വരുന്നു. അതായത് വീട്ടിലേക്ക് വരുന്നില്ല, ജസ്റ്റ് ഷോ ഹോസ്റ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നു നമുക്കിന്നൊരു ഒരു സിനിമ കണ്ടാലോ, ഞാൻ നിങ്ങളൊരു സിനിമ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ മറ്റേ വീഡിയോ ക്ലിപ്പുകൾ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ അനിമോൾ, ജിസൈൽ, അതുപോലെ തന്നെ ആര്യൻ, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കുറച്ച് ക്ലിപ്പുകൾ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഡെമോൺസ്ട്രേഷൻ, ഞാൻ അപ്പോഴാണിത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. ജിഷിനാണ് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്ക്, ഏത് മറ്റേ ഉമ്മ പരിപാടി, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അതായത് ജിഷിനൊക്കെ പുറത്തു നിന്നാണല്ലോ കയറി ചെല്ലുന്നത് വൈൽഡ് കാർഡായിട്ട്. അപ്പോൾ പുറത്ത് എന്താണ് TV വഴി കണ്ടത് അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയാണ്. ജിഷിനാണ് അതിന് മുൻകൈ ഇട്ടത്. ലാലേട്ടൻ അതിനടുത്ത് വെച്ച് താങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും. അപ്പോൾ ലാലേട്ടൻ മസ്താനിയെ ഫസ്റ്റ് പൊക്കുന്നുണ്ട്. മസ്താനി പുറത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്നത് തെറ്റാണ്, ബിഗ് ബോസ് പലതവണ നിങ്ങൾക്ക് വാർണിംഗ് തന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിലുണ്ടല്ലോ
അതായത് ലാലേട്ടൻ വന്ന ഈ വീക്കെൻഡിലെ ആദ്യത്തെ എപ്പിസോഡിൽ അധികം ഒന്നും മസ്താനിയെ പിടിച്ചങ്ങോട്ട് വഴറ്റിയിട്ടില്ല. പക്ഷേ സൺഡേ എപ്പിസോഡിൽ മസ്താനി അതിന്റെ പ്രൊമോയും വന്നു, മസ്താനിയാണ് അങ്ങോട്ട് കീറുന്നത്. കാരണം മസ്താനി ഉണ്ടല്ലോ, ഇന്നലെ അപ്പാനി പോയപ്പോഴാണെങ്കിൽ പോലും അപ്പാനി രേണു ചേച്ചിയാണ്, എല്ലാവരും അറിഞ്ഞല്ലോ, അപ്പാനി രേണു ചേച്ചിയാണ് എവിക്റ്റായി പുറത്തേക്ക് പോയത്. അപ്പം അപ്പാനി പുറത്തേക്ക് പോകുമ്പോൾ ഓക്കെ, അപ്പാനി തെറി പറഞ്ഞതാണ്, അപ്പം അതിൻ്റെ ഒരു ദേഷ്യം കാണാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സന്തോഷമൊക്കെ, അതിപ്പം അപ്പാനിയുടെ കേസ് മാത്രമല്ല, ആദ്യമേ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ബിന്നിയുടെ കയ്യിലാണ് പിടിച്ചത്. അപ്പോഴും നമ്മുടെ മസ്താനിയുടെ ഒരു സന്തോഷം, അപ്പാനി പോയപ്പോൾ ഡബിൾ സന്തോഷം. ഒരു വല്ലാത്തൊരു ക്യാരക്ടർ മസ്താനിയുടെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എത്ര ഗെയിമാണെന്ന് പറഞ്ഞാലും അധികം നാളെ നിൽക്കുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം എന്താണെങ്കിലും മസ്താനിയെ ലാലേട്ടൻ ആദ്യമേ ഒന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടി വിടുന്നുണ്ട്. അപ്പം മസ്താനി പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഗെയിമിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ബിഗ് ബോസ് എന്താണോ ടെലികാസ്റ്റ് ചെയ്തത് അതൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞ ലാലേട്ടൻ ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല. ഞാനപ്പോൾ ആലോചിച്ചു, ഈ പുറത്ത് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് ഇവള് വൈൽഡ് എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ട് ഇവർക്ക് തോന്നുന്നില്ലേ? അല്ല, വളരെ ഓപ്പൺ ആയിട്ടാണ് ലാലേട്ടനോട് പറയുന്നത്, ബിഗ് ബോസ് എന്താണ് കാണിച്ചത് അതാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതെന്ന്. അല്ല, ഈ ബിഗ് ബോസ് എന്താണ് കാണിച്ചതെന്ന് അകത്തിരിക്കുന്ന അവരറിയുന്നില്ലല്ലോ. അപ്പൊ അവരോട് എന്നിട്ട് പുറത്ത് കണ്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു തെമ്മാടിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ കൊച്ചിനില്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അപ്പൊ എന്താണെങ്കിലും അതിനുശേഷം ലാലേട്ടനും അനിമോളും കൂടെ കുറച്ച് നേരം ഒരു വാഗ്വാദം പോലെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ അനിമോളോട് ചോദിക്കുന്നു, അനിമോൾ കണ്ടോ, എന്താണ് നിങ്ങൾ കണ്ടത്? ഞാൻ കണ്ട് ലാലേട്ട, ഞാൻ കണ്ട്, ഞങ്ങൾ നോക്കി, ഞങ്ങൾ കണ്ടില്ല അനിമോള, ഞങ്ങൾ ഒന്നും കണ്ടില്ല, ഞാൻ കണ്ട് ലാലേട്ട, ഞാൻ കണ്ട്. എത്ര ലൈക്ക് ഉറപ്പിച്ചാണ് അനിമോള് പറയുന്നത്. അനിമോൾ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ആ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അനിമോള് മാറി, ലാലേട്ടൻ പിടിച്ച് കുടഞ്ഞപ്പോഴത്തേക്ക് മാറിയെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇല്ല, ഒരു പോയിന്റിൽ പോലും അനിമോൾ ആകെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഡയലോഗ് അത് ലാലേട്ടൻ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പം അനിമോള് പറഞ്ഞതാണ്, എനിക്കറിയില്ല ലാലേട്ട നിങ്ങളെന്താ കാണാത്തത്. ആ ഒരു സീനിലാണ് അനിമോള് പറഞ്ഞത്. അത് എപ്പിസോഡ് കണ്ടാലേ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്കറിയില്ല ലാലേട്ട നിങ്ങളെന്താ കാണാതെന്ന്, പക്ഷെ ഞാൻ കണ്ടു. അപ്പോഴും പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന്. ഇപ്പൊ ലാലേട്ടൻ കുറെ തവണ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷിന് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? ലാലേട്ട, എനിക്ക് ഇതിനകത്ത് ആരുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയോ, ലാലേട്ടൻ എന്തൊരു കാര്യത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം വേണം കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് നിന്ന് ലാലേട്ടൻ തോന്നിക്കഴിഞ്ഞാൽ ലാലേട്ടൻ അപ്പം ചോദിക്കുന്നത് അനീഷിനോടാണ്. അതുമാത്രം അകത്തുള്ള ബാക്കി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അനീഷ് അത്യാവശ്യം വിവരമുള്ളവരാണെന്ന് ലാലേട്ടന് പോലും അറിയാം. പിന്നെ നൂറ അതിലോടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ പുതപ്പൊക്കെ, ഈ മറ്റേ ഡെമോൺസ്ട്രേഷൻ സമയത്ത് പുതപ്പൊക്കെ എടുത്തോണ്ട് വന്ന ടീമുകളാണല്ലോ, അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, പുതപ്പൊക്കെ വേണോ നിങ്ങൾക്ക്? അല്ല, പുതപ്പൊക്കെ എടുത്തോണ്ട് വരാൻ നാണോ ഇല്ലേ നിങ്ങൾക്ക്? അങ്ങനെ ചോദിച്ചത്, പുതപ്പൊക്കെ എടുത്തോണ്ട് വരാൻ നാണോ ഇല്ലേ നിങ്ങൾക്ക് ഈ ഡെമോൺസ്ട്രേഷൻ പരിപാടിക്ക് നിൽക്കാൻ? പിന്നെ നെവിൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആര്യൻ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ആര്യൻ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, ഇവിടെ പെണ്ണും ഒന്നിച്ച് കിടന്നാൽ എന്താ ലാലേട്ടൻ, ഇവിടെ പെണ്ണും ഒന്നിച്ച് കിടപ്പുണ്ട്, ആണും ഒന്നിച്ച് കിടപ്പുണ്ട്, ആണും പെണ്ണും ഒന്നിച്ച് കിടപ്പുണ്ട്, ഇതിനൊക്കെ എന്താ ലാലേട്ടാ പ്രശ്നം? ലാലേട്ടനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അനുമോള് മിണ്ടാതെ, ഒച്ചത്തിലല്ല, അപ്പുറത്ത് നമ്മുടെ ക്യാമറയിൽ കാണിക്കുന്നതാണ്, തൊട്ടപ്പുറേ ആ ഒരു ലിവിങ് ഏരിയ തന്നെ ആ ഒരു ഇരിക്കുന്ന കുഷ്യൻ്റെ ആ സൈഡിൽ ഇരുന്നിട്ട് അനുമോള് പറയുന്നത്, താഴത്തേക്ക് നോക്കിയാ പറയുന്നത്, ക്യാമറ നോക്കിയല്ല, കണ്ടു, ഞാൻ കണ്ടു ഇത് അനുമോള് പറയുന്നുണ്ട്. ലാലേട്ടൻ ഇത് കണ്ടു. അപ്പോഴും അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോൾ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു ലാലേട്ട, ഞാൻ കണ്ടു, ഞാൻ പുതപ്പിനടിയിൽ എന്ത് കണ്ടു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഫേസ് കൊണ്ട് കിസ് ചെയ്യുന്നത് ഞാൻ നല്ല വൃത്തിക്ക് കണ്ടു എന്ന് അനുമോള് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അനുമോള് ക്യാമറ നോക്കിയിട്ടല്ല, ആര്യൻ സംസാരിക്കുമ്പോൾ പോലും അനുമോൾ ഇങ്ങനെ താഴത്തേക്ക് നോക്കി ഞാൻ കണ്ടു ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു സംശയം, എന്തെങ്കിലും ഇനി അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിനെ എടുത്തു വെച്ചിട്ട് മറ്റേ വിചാരണ ചെയ്യാനൊന്നും ഞാനില്ല. കാരണം ഒരിക്കലും രണ്ടുപേരും ഉമ്മ വെച്ചെന്നും പറഞ്ഞ് അത് നമ്മളെ കാണിച്ചിട്ടും ഇല്ല. പിന്നെ നമ്മളത് എടുത്തു വെച്ചോണ്ട് അങ്ങോട്ട് വിചാരണ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ രണ്ട് കണ്ടസ്റ്റൻസ് അവർ പറയുന്ന കാര്യങ്ങൾ അതിനെ റിയാക്ട് ചെയ്യാണ് എൻ്റെ പണി. അതുകൊണ്ട് നമ്മൾ ആ ടോപ്പിക് എടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇനി ഈ ഉമ്മം വിഷയം ഞാൻ എടുക്കത്തില്ല. കാരണം അത് ശരിയല്ല. ഒരു പരിധി കൂടുതൽ ഈ ടോപ്പിക് എടുക്കുന്നത് തന്നെ മോശമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊരു ഗെയിമാണ്. ഇത് ഗെയിം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനം എടുത്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഈ ഒരു വിഷയം. കാരണം ഇതൊരു ഉമ്മ കേസ്, ഇത് സംസാരിക്കേണ്ട വിഷയമല്ല.
മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ ഇത് സംസാരിക്കേണ്ട വിഷയമല്ല. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉമ്മം വെക്കുന്നതും എന്തൊക്കെ കാണിക്കുന്നുണ്ട്, മലയാളത്തിൽ അതൊന്നും കാണിക്കുന്നില്ല. അപ്പം ഒന്ന് ചിന്തിച്ചാൽ മതി എൻ്റെ കുടുംബ പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബോളിവുഡും ഒക്കെ എവിടെ കിടക്കുന്നു, മോളിവുഡ് എവിടെ കിടക്കുന്നു എന്നുള്ളത് ഒന്ന് ഉയരണ്ടേ നമുക്ക്? ചിന്താഗതി ഒന്നും മാറണ്ടേ? എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഗെയിമാണ്, നമ്മൾ സംസാരിക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിനകത്തൊന്നും ഒന്നും പറയാനില്ല. അപ്പം എന്താണെങ്കിലും ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ മോളെ, ഞങ്ങളൊന്നും കണ്ടില്ല, മുഴുവൻ പരിശോധിച്ചു, പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങളെന്താ കള്ളം പറയുന്നതാണോ? അപ്പോഴാണ് അനുമോള് പറയുന്നത്, അതെനിക്കറിയില്ല, ഞാൻ കണ്ടതാണ് പറയുന്നത് എന്ന് അനുമോള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ എനിക്കറിയില്ല എന്ന് പറഞ്ഞത് ഈ ഒരു കേസ് വന്നപ്പോഴാണ്. അപ്പം ഞങ്ങളെന്താ കള്ളം പറയുവാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടതാണ്. പക്ഷെ പ്രൊമോയിൽ ഇത് അവിടെ എവിടെയൊക്കെ കട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചേ, ഈ പെങ്കൊച്ച് കാല് മാറിയ, നാട്ടുകാരെയൊക്കെ പറ്റിച്ച എന്നൊരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം എന്താണെങ്കിലും ലാലേട്ടൻ പിന്നെയും പറയുന്നുണ്ട്, 5-6 മണിക്കൂർ ഞങ്ങൾ നോക്കി, 300 പേര് ഇവിടെ പണിയെടുക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും നോക്കി, ഞങ്ങളൊന്നും കണ്ടില്ല എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം എൻ്റെ ഒരു സംശയം ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇപ്പോൾ ക്യാമറകളുണ്ട് അവിടെ പല ആംഗിളിൽ ക്യാമറകളുണ്ട്. പക്ഷേ ഒരു പുതപ്പിനകത്ത് എന്തായാലും ഒരു ക്യാമറ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. എൻ്റെ ഒരു സംശയമാണ്, എനിക്കറിയത്തില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. അനുമോൾ അപ്പുറം കിടന്ന് നോക്കുമ്പോൾ ഈ പുതപ്പിനകത്തൂടെ വല്ലതും ആണോ എന്തെങ്കിലും ഇനി കണ്ടത്? പറയാൻ പറ്റത്തില്ല. ക്യാമറ എന്തായാലും അങ്ങനെ പോയി നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു സംശയമാണ്. ഇപ്പം അങ്ങനെ ഉമ്മ വെച്ചെങ്കിൽ തന്നെ എനിക്കൊന്നും പറയാനില്ലടേ. ആ ക്യാമറ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. അപ്പം എന്താണെങ്കിലും നമ്മളെന്തായാലും കാണിച്ചിട്ടില്ലല്ലോ ബിഗ് ബോസ് മാമൻ. കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് പറയാം, ഇത് മലയാളി പ്രേക്ഷകർ ഇങ്ങനെയാണ്, കൊച്ചു കുട്ടികൾ കാണുന്നതാണ്, ഇങ്ങനെ കാണിക്കല്ലേ എന്നൊക്കെ അപ്പം കിടന്ന് കീറി പൊളിക്കാം. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്താണെങ്കിലും ലാലേട്ടൻ വീണ്ടും ഓരോന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ കണ്ടത് എന്താണ്, ഞങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്, അതെനിക്ക് അറിയില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ അങ്ങ് പൊട്ടി. ലാലേട്ടൻ കലിപ്പായി, ഭയങ്കര ദേഷ്യത്തിലാണ്. അത് അറിയില്ലെങ്കിൽ പറയണ്ട, അത് അറിയില്ലെന്ന് പറഞ്ഞാൽ നീ തോന്നിവാസമാണ് നീ പറയുന്നത്, അങ്ങനെയൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. നീ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും തോന്നിവാസിയാണ്, നീ തോന്നിവാസം പറഞ്ഞു വരത്തുകയാണ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഞാൻ കണ്ട കാര്യമാണ് ലാലേട്ട പറയുന്നത്. അനു വീണ്ടും പറയുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടാണ് അനു പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് എന്നൊക്കെ അനു വീണ്ടും പറയുന്നുണ്ട്. അപ്പം വീണ്ടും ലാലേട്ടൻ പറയുന്നു, ഞങ്ങൾ ആരും കാണാത്ത കാര്യം അനുമോള് മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും അനുമോളെ? അങ്ങനെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കും? ലാലേട്ടൻ ചോദിച്ചതിനകത്തും കാര്യമില്ലേ? നിങ്ങൾ പറ. ഒരു തെളിവുമില്ല. അനുമോള് പക്ഷെ അപ്പോഴും സ്ട്രോങ് ആണ്. അവിടെയാണ് നമുക്ക് പിന്നെ ഒരു സംശയം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അനുമോൾ അപ്പോഴും ഉറച്ചാണ് നിൽക്കുന്നത്. ചിലപ്പോൾ അനുമോളുടെ ഗെയിം ആയിരിക്കും. ലാലേട്ടൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ലാലേട്ടനൊന്നും ഇപ്പം ജിസേലിനെയോ ആര്യനെയോ ഒന്നും സെപ്പറേറ്റ് ഒരു ഇഷ്ടം കാണത്തില്ല. അവരെ മറ്റേ ഫേവറിറ്റിസം ചെയ്ത് നിൽക്കേണ്ട കാര്യം ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിനാണെങ്കിലും ആ ഒരു ക്രൂ മെമ്പേഴ്സിനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഫേവറിറ്റിസം ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. പ്രത്യേകിച്ച് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് പുറത്തുള്ള സമയത്ത് അനുമോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ. അല്ലാതെ ആര്യനെയും ജിസേലിനെയും ഫേവറിറ്റിസം ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത്രയും അനുമോൾ ഇങ്ങനെ എന്തൊക്കെയാണെങ്കിലും അനുമോളെ സമ്മതിക്കണം. ഇത്രയും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അനുമോൾക്കും അറിയാം, പ്രത്യേകിച്ച് അങ്ങനത്തെ ക്ലിപ്പൊന്നും ഇല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാണിക്കത്തുമില്ല എന്നുള്ളൊരു സാധനം ചിലപ്പോൾ അനുമോളുടെ ഉള്ളിൽ കാണും. അതായിരിക്കാം ഇത്രയും ഉറപ്പിച്ചങ്ങോട്ട് നിൽക്കുന്നത്. എന്താണെങ്കിലും അതിനൊരു സെപ്പറേറ്റ് കയ്യടി കൊടുക്കണം കേട്ടോ. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല എൻ്റെ പൊന്നെ. അപ്പോൾ എന്താണെങ്കിലും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആര്യൻ അനുമോളുടെ അടുക്ക് പറയുന്നുണ്ട്. ലാലേട്ടൻ നിർത്തി, അനുമോൾ എണീറ്റ് നിൽക്കുന്നുണ്ട്, ലാലേട്ടനോട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആര്യൻ അനുമോളോട് പറയുന്നുണ്ട്, അനുമോളെ ഒന്ന് ഗെയിം മാറ്റി വെക്ക, അനുമോളെ കുറച്ച് ഹ്യൂമാനിറ്റി കാണിക്ക് എന്നൊരു സാധനം ഈ മറ്റേ ആര്യമോൻ പറയുന്നത് കേട്ടെ. അപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ വന്നത്, ഇവൻ ഈ ഹ്യൂമാനിറ്റിയുടെ കാര്യം അനുമോളോട് പറയേണ്ട അതിനുള്ളൊരു ക്വാളിറ്റി ഇവനുണ്ടോ? കാരണം അനുമോളുടെ മറ്റേ എന്താണ്ടൊക്കെ വലിച്ച് ബിഗ് ബോസ് ഹൗസിന് വെളിയിലോട്ടിറങ്ങിയവനാ ഇവൻ. മറ്റേ ആ ലക്ഷ്മി എന്ന് പറയുന്നവളുടെ തുണിയെടുത്ത് വെളിയിറങ്ങിയവനാ ഇവൻ. ഇവന് ഹ്യൂമാനിറ്റിയുടെ കാര്യമൊക്കെ പറയേണ്ട അതെനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരുത്തനാ ഇവൻ. അവനെ തിരിച്ചു ഇങ്ങനത്തെ ഒരു അപവാദം പറഞ്ഞെങ്കിൽ എന്താ ഞാൻ പറയണ്ടേ? ഹ്യൂമാനിറ്റിയുടെ പേരൊന്നും അവന് പറയാനില്ല. പിന്നെ ജിസേൽ എന്ന് പറയുന്ന ഒരു ലേഡി ഇതിനകത്ത് ഇൻവോൾവ് ആവുമ്പോഴാണ് എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട എന്ന് തോന്നുന്നത്. കാരണം അവരൊരു സ്ത്രീയല്ലേ, നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ.
എന്താണെങ്കിലും ഉണിയിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചാടി വീഴുന്നുണ്ട്. ഉണിയിലൊക്കെ പറയുന്നുണ്ട്, അനിമോൾ ഇടയ്ക്കിടയ്ക്ക് കുടുംബ പ്രേക്ഷകരുടെ കാര്യം പറയുന്നുണ്ട്. കുടുംബ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അനിമോൾ ഇവിടെ കളിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡയലോഗൊക്കെ അടിക്കുന്നതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ടനല്ല, ഉണിയിൽ പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനിമോളെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ അത് ചോദിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അനിമോൾക്കിട്ടൊരു കൊട്ട് കൊടുക്കുക, മോളെ നിനക്ക് പണി കിട്ടും, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ തിരിയും എന്നൊരു സാധനം ഇട്ട് കൊടുക്കുമായിരിക്കും. പക്ഷെ കുടുംബ പ്രേക്ഷകരൊന്നും ഇതിനായിട്ട് അനിമോളുടെ കേസ് വിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അനിമോൾ ഹേർട്ട് ഇഷ്ടം പോലെ വരും, കണ്ടോണം. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈൽഡ് കാർഡ്സ് ഒക്കെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ടൊക്കെ. അപ്പം ഈ വിഷയത്തെ പറ്റി വൈൽഡ് കാർഡ്സ് സംസാരിക്കുമ്പോൾ എല്ലാത്തിനോട്ട് കനത്തി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ, ഒരു മടിയില്ല. ജിഷിനെയൊക്കെ പിടിച്ചെടുത്ത് വെച്ച് വറുത്ത് വിടുന്നുണ്ട്. പ്രത്യേകിച്ച് ജിഷിനാണല്ലോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ഒരു താല്പര്യം. അപ്പം ജിഷിനെയൊക്കെ എടുത്ത് നല്ല രീതിയിൽ ലാലേട്ടൻ അരി വറുത്തങ്ങോട്ട് വിടുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഒരു പോയിന്റ് പറയുന്നുണ്ട്, അത് അനിമോൾക്കുള്ളൊരു കൊട്ടാണ്, അതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. ലാലേട്ടനോടല്ല, അനിമോളോട്. കാരണം അനിമോൾ പറഞ്ഞൊരു ഡയലോഗാണ്, ചില ആളുകൾ ലാലേട്ടൻ ഇങ്ങനെയാണ് പറയുന്നത്, ചില ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് പറയുന്നത് കേട്ടു, ഞാനിവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാനാണെന്ന്. അനിമോൾ പറഞ്ഞ ഡയലോഗാണ് ഇത്. അതായത് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ നല്ല രീതിയിൽ പണിയെടുക്കും, ഞാൻ ഇനി മുമ്പ് പണിയെടുത്തോടത്താണെങ്കിലും ഞാൻ നല്ല രീതിയിൽ എൻ്റെ ഒരു സാധനങ്ങൾ കണ്ടന്റ് ഞാൻ കൊടുക്കും, കാരണം എനിക്ക് ഇവിടെ നിന്ന് കാശ് തരുന്നതാണല്ലോ, അപ്പം ഞാൻ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊരു സാധനം അനിമോൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്നും ഈ കേസ് പറഞ്ഞതാണ്, അനിമോൾ കാരണം റേറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അനിമോൾ ഉണ്ടെങ്കിൽ മാത്രമേ റേറ്റിംഗ് ഉണ്ടാവൂ എന്നൊന്നുമില്ല. അനിമോൾ ഇല്ലെങ്കിൽ അടുത്ത ആള്, അത്രേ ഉള്ളൂ. പ്രോഗ്രാമിന്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് അത്രേ ഉള്ളൂ. പക്ഷെ അനിമോളിനെ ഞാനതാ പറയുന്നത്, ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, അനിമോൾ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനിമോളായിട്ട് ഇറങ്ങിയില്ലെങ്കിലും അനിമോളെ വെച്ച് ആരെങ്കിലും ഒക്കെ അവിടെ കണ്ടന്റ് ഉണ്ടാക്കി ബിഗ് ബോസിന് കൊടുക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം, അതും പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ അക്ബറിനോട് പറയുന്നുണ്ട്, അക്ബർ മാത്രം, അല്ലെങ്കിൽ എല്ലാവരും ഇരിക്കുമ്പോഴാണ് ലാലേട്ടൻ പറയുന്നത്, അക്ബർ മാത്രമേ ആ ഒരു എല്ലാവരുടെയും മുമ്പിലിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ വൃത്തികെട്ട പരിപാടി അത് കണ്ടപ്പോഴത്തേക്ക് ഒണീര് പറയുന്നുണ്ട് ഞാൻ എണീറ്റ് പോയി. ഉടനെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഒണീര് പോയായിരുന്നോ, ഞാൻ കണ്ടത് അക്ബർ പോകുന്നതാണ്. എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അക്ബർ എന്താണ് എണീറ്റ് പോയത്? ഉടനെ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ടാ എനിക്കറിയാം, അവർ നല്ല കൂട്ടുകാരാണ്, അവർ നല്ല സുഹൃത്തുക്കളാണ് ലാലേട്ട. അപ്പോൾ അവരെ പറ്റി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് സങ്കടം വന്ന് ലാലേട്ട എന്ന് അക്ബർ പറയുന്നത് കേട്ടെ. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കും അക്ബർ എണീറ്റ് പോയത്. കാരണം ഒരു ഇങ്ങനത്തെ ഒരു ഉമ്മക്കേസ് എടുത്തു വെച്ച് അത്രയും പേരുടെ ഫ്രണ്ടിലിട്ട് മറ്റേ കീറി മുറിക്കുന്ന പരിപാടി കണ്ടപ്പോൾ ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതി ആയതുകൊണ്ട് പോടാ പുല്ല്, എനിക്ക് ഇങ്ങനത്തെ സാധനം ഇതൊക്കെ എന്തുവാ, ആൾക്കാരുടെ ഫ്രണ്ടിലിട്ടൊരു ഉമ്മക്കേസിനെ വലിച്ചു കീറുന്നു എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് എണീറ്റ് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, അക്ബറിന് നല്ല ഉറപ്പാണ്, അവർ നല്ല ഫ്രണ്ട്സാണ്, അതുകൊണ്ടാണ് അക്ബർ എന്തായാലും എണീറ്റ് പോയതെന്നൊക്കെയാണ് അക്ബർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചും കൂടെയൊക്കെ അവൻ മിടുക്കനാണെന്ന് വിചാരിച്ചു, പക്ഷെ അത്രയൊന്നും ഇല്ല. എന്തായാലും സുഹൃത്തുക്കളായതുകൊണ്ട് ഒരു വിശ്വാസം ഉണ്ടല്ലോ, നല്ല കാര്യം. അപ്പം ലാലേട്ടൻ അതിന് ശേഷം നമ്മുടെ അനിമോളോട് ചോദിക്കുന്നു, അനിമോൾ ബാഡ്ജ് ഒക്കെ എവിടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ജിസേലിനും അനിമോൾക്കും ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നില്ല, ആ ബാഡ്ജ് എവിടെ? എടുത്തിട്ട് വരാൻ പറയുന്നു. എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനിമോള് ജിസേലിന്റെ മറ്റേ പടത്തിൽ ഇങ്ങനെ പ്രേതത്തെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്, അപ്പം അത് ഫണ്ടിനാണെന്ന് അനിമോൾ പറയുന്നത്. അനിമോൾ അത് പറഞ്ഞ ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനിമോൾ നിന്റെ ഫോട്ടോ ഇവിടെ ഒരാൾ കത്തിച്ച് കളഞ്ഞപ്പോൾ നീ ഇവിടെ എന്തൊക്കെ പുകിലുണ്ടാക്കി? നിനക്കപ്പം മറ്റുള്ള ആളുടെ ഫോട്ടോയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിനുശേഷം മസ്താനിയെ പൊക്കാനായിട്ടുള്ള ഒരു കാരണം മറ്റേ അകത്തെ കാര്യങ്ങൾ അല്ല പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞു, അതാണ് മസ്താനി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, അല്ലെങ്കിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ അനിമോളുടെ പഴയ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കേസ് അത് അതിനകത്ത് വന്ന് വിളമ്പി. പിന്നെ മസ്താനി ഇപ്പോൾ പറയുന്നത് അത് ആൾക്കാർ ചോദിച്ചപ്പോൾ അക്ബറൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനങ്ങ് പറഞ്ഞാണ്, ജിഷിൻ ചേട്ടൻ കേട്ടു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ജിഷിനൊക്കെ കൈമാറി, ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് ജിഷിനെ എടുത്തവായി പറഞ്ഞു. മസ്താനി പെട്ടു, മൊത്തത്തിൽ ഇന്നും ചെറിയ രീതിയിൽ പെട്ടു, നാളെ വലിയ രീതിയിൽ പെടുമെന്നാണ് പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ പ്രൊമോ കണ്ടുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. നാളെ വീഡിയോ വരട്ടെ, എപ്പിസോഡ് വരട്ടെ, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മസ്താനിയെ പൊരിക്കുന്ന ചില പോർഷൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് പൊരിക്കാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. മസ്താനി ഈ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം, അനിമോൾക്ക് പഴയ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ വന്ന് ആര്യനോടൊക്കെ പറഞ്ഞു. ആര്യൻ അത് എന്നിട്ട് ഇന്ന് പറയുന്നുണ്ട് മസ്താനിയാണ് പറഞ്ഞത്, പിന്നെ വെറുതെ അവളുടെ പേരെടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത് എന്നൊക്കെ ആര്യം പറയുന്നത് കേട്ടു. മസ്താനിക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മസ്താനി കുറേ കാര്യങ്ങൾ വന്നകത്തപ്പം പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ അതിൻ്റെ പേരിൽ പൊരിക്കുന്നുമുണ്ട് കേട്ടോ, ഇന്നും നാളെ ഒക്കെ പൊരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് വൈൽഡ് കാർഡ്സിൻ്റെ ഇത്രയും നേരം വൈൽഡ് കാർഡ്സിനെ ഒന്നും ലാലേട്ടൻ ഒരു പരിധി കൂടുതൽ വഴക്ക് പറയാനല്ലാതെ പ്രത്യേകിച്ചൊന്നും ആ പുതിയ ആൾക്കാരാണല്ലോ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും ചോദിച്ചില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നു, അനീഷ് എന്താണ് അനീഷ് പറ, എങ്ങനെയുണ്ട് വൈൽഡ് കാർഡുകൾ?
എല്ലാത്തിനും ലാലേട്ടൻ അനീഷ് വേണം എന്നുള്ളൊരു സംഗതിയാണ്. അനീഷ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോടനെ അനീഷ് പറയുന്നു, ലാലേട്ടാ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ്സ് ആണ് ചേട്ടാ, ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ്സ്, ഒന്നിനും കൊള്ളത്തില്ല. മസ്താനി പുറത്തെ കാര്യങ്ങളൊക്കെ അകത്തു എന്ന് പറയുന്നു. മറ്റേ ലക്ഷ്മി ആണെങ്കിൽ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും. എന്ത് കണ്ടാലും ലക്ഷ്മിക്ക് കുറ്റവാ. പാത്രത്തെ അഴുക്കിരിക്കുന്നു, അവിടെ അഴുക്കിരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ജിഷിനാണെങ്കിൽ മറ്റേ ഗുണ്ടാ സെറ്റപ്പിലേക്ക് വരണമെന്നുള്ള മൂഡിലാണ് വന്നിരിക്കുന്നത്. പ്രോപ്പറായിട്ട് അനീഷ് എല്ലാവരെയും അനലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പറ്റി നല്ല രീതിയിൽ ലാലേട്ടനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ലാലേട്ടൻ പറയുന്നു, എനിക്ക് ഓണമാണ്, പക്ഷെ നിങ്ങളുടെ അടുത്തോട്ട് വരാനൊന്നും തോന്നുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ വരാം, വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ പോകുന്നു. ആ സമയത്ത് ഹൗസിനകത്ത് നമ്മുടെ അപ്പാനി അനുമോളുടെ അടുക്ക് ചെന്നിട്ട് കുറച്ച് ഉപദേശം ഇൻ ദ സെൻസ്, അനുമോളെ അങ്ങനെയാണ് അനുമോളെ, നീ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അനുമോളെ, വെറുതെ നിനക്ക് തന്നെ. അനുമോൾ അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കരുതെന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട്. അനുമോളെ എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഉടനെ അനുമോൾ ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റിദ്ധരിപ്പിച്ചു? ഞാൻ ഒന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, ഞാൻ കണ്ട കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അനുമോൾ അപ്പോഴും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. സമ്മതിക്കണം, ഗെയിമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതാണ് ഗെയിമർ. അത് വേറെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ തൊട്ടേ പറയുന്ന കാര്യമാണ്, അനുമോളെ കുറ്റം പറഞ്ഞാലും ശരി സപ്പോർട്ട് ചെയ്താലും ശരി, ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഗെയിമറാണ്. പിന്നെ അനുമോളുടെ ആ റൂട്ട് അതിപ്പം മറ്റേ ലക്ഷ്യമാണ് പ്രധാനം. അനുമോൾക്ക് മാർഗമൊന്നും അനുമോളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഏത് മാർഗം അനുമോളെ പിടിക്കും, ഏത് മാർഗവും. അത് അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലടോ, കാരണം ഇത് ഗെയിമാ. ഇതിനെ അങ്ങനെ എടുക്ക്. കുറെ ആളുകൾക്ക് അത് പറ്റുന്നില്ല. കുറെ ആളുകൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും കുറെ ആളുകൾ പറയുന്നത്, നീ അനുമോളെ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എടേ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അനുമോളുടെ PR ആയി. ഞാനത് ചെയ്യത്തില്ല. കാരണം എനിക്ക് പൈസ പോലും തന്നിട്ടില്ലടേ. പിന്നെ എന്തിനാണ് ഞാൻ PR പണി എടുക്കാൻ പോകുന്നത് വല്ലവർക്കും ഒക്കെ? ഞാൻ റിവ്യൂവറാണ്. ഞാൻ ആ സാധനം കണ്ടാൽ എനിക്ക് പറയാനുള്ളത് പറയും. ഇന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യും, അടുത്ത നാൾ അനുമോള് മോശം ചെയ്താൽ ഞാൻ മോശം പറയും. അല്ലാതെ സപ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു മാതിരി വല്ലാത്ത പരിപാടിയായി പോവല്ലേ. കുടുംബ പ്രേക്ഷകർ തന്നെ പറ, മോശമല്ലേ അത്? ഇത്രേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ ഹൗസിലേക്ക് വരുന്നു. അതിനുശേഷം വന്നപ്പോഴേ പറയുന്നുണ്ട്, രേണു റെഡി ആയിട്ടിരുന്നോ, ബാഗ് പാക്ക് ചെയ്തോ, പോകുമ്പോൾ എൻ്റെ കൂടെ പോയേക്കാം, മതി നിൻ്റെ ഇവിടുത്തെ പൊറുതി, നിന്നെ ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടെന്ന് നാട്ടുകാർ പറയും, അതൊന്നും വേണ്ട പോകാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അക്ബറിൻ്റെ പാട്ടുണ്ട്, പിന്നെ നമ്മുടെ തിരുവാതിരയൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് നമ്മുടെ ലാലേട്ടൻ രേണുവിനെ കൊണ്ടങ്ങ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീട്ടുകാരുടെ ഈ എന്താണ് ഓണവുമായി ബന്ധപ്പെട്ട് അവർ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടുകാർ ഈ ഇതൊക്കെ ഈ ഹാപ്പി ഓണമൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് രേണുവിൻ്റെ നമ്മുടെ കിച്ചുവിനെ റിതപ്പനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് പുളകിതേ കിച്ചപ്പാ ഋതപ്പാ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കൂവുന്നുണ്ടായിരുന്നു. എന്തിനാണോ ഈ സ്ത്രീ? എൻ്റെ സംശയം ഇതാണ്, ഇവർ പുറത്തു പോയ ഇവരെല്ലാ ദിവസവും ഈ മക്കളെ കണ്ടോണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. ഇവർ പകുതി മുക്കാൽ ദിവസവും മറ്റേ ഷോർട്ട് ഫിലിം അഭിനയിച്ച് കാശൊക്കെ ജീവിക്കണ്ടേ? ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ പോകുമല്ലേ, അപ്പം മക്കളെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇതിനകത്ത് നിന്നാൽ എന്താ കുഴപ്പം? കുറച്ച് കാശുണ്ടാക്കിയിട്ട് പോരുന്നല്ലോ. അപ്പൊ അതൊന്നും അല്ല. ചേച്ചി അകത്തോട്ട് കയറി വന്നു. മറ്റേ നെഗറ്റീവ് ഇടുന്നവർക്കുള്ളൊരു കുത്തായിട്ട് ചേച്ചി കയറി വന്നു. തിരിച്ച് ഇവിടുന്ന് ഇറക്കി വിട്ടതിന്റെ പേരിൽ അങ്ങനെ പോകരുത്. ഒന്നെങ്കിൽ കപ്പും കൊണ്ട് പോകണം, അല്ലെങ്കിൽ ചേച്ചിയായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകണം. ഇപ്പൊ ചേച്ചിയായിട്ട് ഇറങ്ങി പോകുമ്പം എവിക്റ്റഡ് ആയെന്നാണ്, അല്ലല്ലോ, മറ്റേ വാക്കൗട്ട് ആണല്ലോ. ചേച്ചി എന്നും ഹീറോ. ഏത് ആ ഒരു സാധനത്തിന് വേണ്ടി ആയിരിക്കാം, പക്ഷെ അതൊന്നൊക്കെ കണ്ടറിയാം നമുക്ക്. അപ്പൊ എന്താണെങ്കിലും ഇതിന് ശേഷം ലാലേട്ടൻ തിരിച്ചു വരുന്നു. അതിനുശേഷം ലാലേട്ടൻ പറയുന്നു, ഇനി നിങ്ങൾ കുറച്ച് പേര് നോമിനേഷനിലുണ്ടല്ലോ, ഒരാളും കൂടെ പുറത്തു പോകണം, ഒരു പുലികളി പരിപാടിയുണ്ട്, അതിനകത്തൂടെ ഒരുത്തിനിക്ക് വന്നേക്കാൻ പറയുന്നു. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പുലി കളിക്കാനായിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അപ്പാനിയൊക്കെ ഉണ്ട്. അപ്പാനി, ഒണീൽ, ബിന്നി, നൂറ, പിന്നെ അനീഷ്, പിന്നെ അബി, ഇത്രയും പേര് പുറത്ത് പോകുന്നു. ഒരു മഞ്ഞ കളമുണ്ട്, അതിനകത്ത് നിന്ന് മറ്റേ പാട്ടിട്ട് കൊടുക്കും, പുലി കളിക്കണം. അപ്പോൾ ഒരു വേട്ടക്കാരൻ പുറത്തുനിന്ന് വരും, വന്നിട്ട് ഒരാളെയും കൊണ്ട് അങ്ങ് പോകും. അതായിരുന്നു സംഭവം. ആദ്യമേ വരും, കയറി വന്ന് നമ്മുടെ ബിന്നിയാണ് ഫസ്റ്റ് കൈ പിടിക്കുന്നത്. ബിന്നിയെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് നടന്നുടനെ മസ്താനി അവിടുന്ന് ചാടി എണീറ്റിട്ട് സൂപ്പർ 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 സൂപ്പർ. എനിക്ക് മനസ്സിലായില്ല കൊച്ചിനെന്താ പ്രശ്നമെന്ന്. ഓക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഒനീലിനെ പിടിച്ചു. അപ്പോഴും അവിടെ കിടന്ന് സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ വലിയ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഒനീലിനെ തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പാനിയുടെ കൈ പിടിച്ചു, അപ്പാനിയും കൊണ്ട് അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അക്ബറിനൊക്കെ ഭയങ്കര സങ്കടമായി കേട്ടോ. അക്ബറിന്, ആര്യന് ഒക്കെ ഒരുപാട് സങ്കടമായി. എന്തിനധികം പറയുന്നു, എനിക്കും ഇത്തിരി സങ്കടം എനിക്കും തോന്നി കേട്ടോ. കാരണം അപ്പാനി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോയി. പിന്നെ അപ്പാനിയുടെ വായിന്ന് വീണ വാക്ക് അതത്ര, പിന്നെ അപ്പാനി പറയുന്നതും അപ്പാനിയുടെ കോണ്ടന്റും എല്ലാം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മസ്താനിയെ തെറി പറഞ്ഞുകൊണ്ടൊന്നുമല്ല, അനുമോളുടെ പുറകെ മറ്റേ ചൊറിച്ചിൽ, അതാണ് അപ്പാനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് വോട്ട് പറയാനൊരു കാരണമായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ തോന്നിയത് പറ. എനിക്ക് എന്തായാലും അങ്ങനെയാണ് തോന്നിയത്. അല്ലാതെ മസ്താനിയെ തെറി പറഞ്ഞതിൻ്റെ പേരിലൊന്നും ആരും വോട്ട് ചെയ്യാതിരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നില്ല. മസ്താനി എന്താണെങ്കിലും ഭയങ്കര സന്തോഷവതിയാണ്. അകത്ത് പോയിട്ട് ബിഗ് ബോസിനോട് നന്ദി പറയുന്നു. അപ്പോഴത്തേക്ക് ഒരു ബ്രേക്കൊക്കെ വന്നു.
നമ്മുടെ ലൈവിലല്ല നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കാണുമ്പോൾ അങ്ങനെയായിരുന്നു. ഒരു ചെറിയ ബ്രേക്ക് ആഡൊക്കെ വരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനി ആരാണ് അതിൻ്റെ ഇടയ്ക്ക് ബിന്നിയായിട്ട് വഴക്കൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ മസ്താനി. അതായത് മസ്താനിയുടെ ആ ഒരു പരിപാടി ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ആര്യനൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യം, മസ്താനി എന്നൊക്കെ പറഞ്ഞ് പുറത്ത് തലയണയൊക്കെ വലിച്ചെറിയുന്ന കണ്ടു. അതിനുശേഷം ലാലേട്ടൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പാനി നിൽക്കുന്നുണ്ട്. അപ്പം അക്ബറിനെ ലാലേട്ടൻ പറയുന്നു നിങ്ങളുടെ സുഹൃത്തിനെ ഭയങ്കര ആരെയാണ് മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അപ്പാനി അക്ബറിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ അപ്പാനി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്താണെന്നറിയോ, ലാലേട്ടൻ്റെ ഇടയ്ക്ക് എത്തിയില്ല, നമ്മളെ കാണിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് മസ്താനിക്കൊക്കെ ഭയങ്കര സന്തോഷം. അനുമോൾ വരെ കരയുന്ന ഞാൻ കണ്ടു. ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയേ, അനുമോൾ എന്തിനാ കരയുന്നത്? പക്ഷെ അനുമോൾ പോലും കരയുന്ന കണ്ടു. ഇന്നലെ വന്ന മസ്താനി പക്ഷെ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പാനി ദ്രോഹിച്ചിട്ടുള്ള ഒരാൾ അനുമോളാണ്. തെറിയൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തെ ഉപദ്രവമാണ് അനുമോളോട് ചെയ്തത്. പക്ഷേ അനുമോൾ അപ്പോഴും പോയിരുന്ന് കരയുന്ന കണ്ടു. കാരണം അത്ര ദിവസം ഉണ്ടായിരുന്ന ഒരാളാണല്ലേ, ഒന്നുമില്ലെങ്കിൽ ഇടയ്ക്ക് വഴക്കൊക്കെ മാറ്റി രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര ഇമോഷണലായി എല്ലാവരും. സത്യം പറയാമല്ലോ, വീണ്ടും ഞാൻ പറയുന്നു, എനിക്കും നല്ല രീതിയിൽ സങ്കടം വന്നു കേട്ടോ. അഫ്ഗാനി ആ പോകുന്ന കണ്ട് എല്ലാവരും കരയുന്നതും അക്ബറൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു അക്ബറിന് ഏറ്റവും നല്ലത് അപ്പാനി പുറത്തു പോയതാണ്. അക്ബർ ഇനിയും ചിലപ്പോൾ ബെറ്റർ ആവും, അടിപൊളി ഒരു ഗെയിമറായിട്ട് മാറാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ് അക്ബർ. അക്ബറിന് പോയിന്റ് പറഞ്ഞടിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ അപ്പാനി പോയത് ചിലപ്പം അക്ബറിന് ഗുണകരമായിട്ട് മാറിയേക്കാം. എന്താണെങ്കിലും ലാലേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പാനി വീണ്ടും പറയുന്നുണ്ട് ഞാൻ അക്ബറിനെ മിസ് ചെയ്യും. അതിനുശേഷം അക്ബറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അക്ബറിനൊന്നും പറയാൻ പറ്റുന്നില്ല, അക്ബറിനും ഭയങ്കര സങ്കടമൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് തീർന്നത്. നാളത്തെ പ്രൊമോയും ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, മസ്താനിയെ എടുത്തു വെച്ചങ്ങോട്ട് പൊരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എന്താണെങ്കിലും നാളെ എപ്പിസോഡ് കാണാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ട ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ പോയിട്ട് വരാം.